പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ മുഴുവനും ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് സമയമില്ലാത്തതിൻ്റെ പേരിൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ 6 ദിവസത്തെ ധ്യാനത്തിൻ്റെ CD നിങ്ങൾക്ക് തരും, അത് നിങ്ങൾ കേൾക്കുക. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവനീതിയെക്കുറിച്ചും ഒരുപാട് വേറെ കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. അപ്പം അതൊക്കെ അറിയുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. നമ്മൾ ആദ്യ ദിവസം തന്നെ മനസ്സിലാക്കി, പ്രാർത്ഥനയ്ക്ക് ആവശ്യമായിട്ടുള്ളത് എന്താ? വിശ്വാസം വേണം. വിശ്വാസം ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്, നമ്മൾ ചില കാര്യം പറയാൻ വേണ്ടി പറയാണ്. ഞാൻ പറഞ്ഞില്ല, ഒരാൾ പറയാണ് 33 പ്രാവശ്യം വിശ്വാസപ്രമാണം ചെല്ലിയ കാര്യം നടക്കും. അതിൻ്റെ അർത്ഥം എന്താ? അവന് വിശ്വാസമില്ലെന്നല്ലേ അർത്ഥം. വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വിശ്വാസപ്രമാണം ചെല്ലിയ കാര്യം നടക്കില്ലയോ? അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രാർത്ഥനകളെ ഇത് കർത്താവ് പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനെ പ്രാർത്ഥിക്കാൻ. ഇങ്ങനെ പോകുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസം തളരുകയുള്ളൂ. അതാണ് ഈശോ TV-യിൽ ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് ഈശോ എൻ്റെ ഉള്ളിൽ പറയാണ്, കണ്ടോ അദ്ദേഹം പറഞ്ഞത്, ആ ശതാധിപൻ വന്ന് എന്നോട് പറഞ്ഞത് നീ അറിയാലോ. ഒന്ന് പറഞ്ഞ എന്താ ശതാധിപൻ പറഞ്ഞത്? കർത്താവേ, നീ ഒരു വാക്ക് പറഞ്ഞാൽ, ഒരു വാക്ക് പറഞ്ഞാൽ മതി. കുറച്ച് ദിവസം മുമ്പ് ഒരാൾ എൻ്റെ അടുത്ത് വന്നു, കോട്ടയം ഭാഗത്ത്, പാലാ ഭാഗത്തുള്ള ഒരാൾ. അദ്ദേഹം വന്നിട്ടപ്പോൾ എന്നെ നന്നായിട്ട് പരിചയമുള്ള ആളാണ്, നമ്മളുടെ സുഹൃത്ത് കൂടെയാണ്. എൻ്റെ ബ്രദറെ, എനിക്കിപ്പോൾ ഒരു പുതിയ വരം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് സാധ്യതയുണ്ട്. വരം എപ്പോഴും പുതിയത് തരാ എന്നുള്ളത് കർത്താവിൻ്റെ പരിപാടിയാണ്. എപ്പോഴും പ്രമോഷൻ തന്നുകൊണ്ടിരിക്കും, പുതിയ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എനിക്ക് ആകാംക്ഷ, എന്താണാവോ പുതിയ വരം? പുള്ളി പറയാണ്, എന്നെ ആകസ്മികമായിട്ട് കർത്താവ് ചില മദ്യപാനികളുടെ അടുത്ത് കൊണ്ടുചെല്ലും. മദ്യപാനികളുടെ അടുത്ത് കൊണ്ടുചെല്ലും. അവൻ്റെ മേത്ത് ഞാനൊന്ന് തൊട്ടുകൊണ്ട് പറയും, നാളെ മുതൽ നീ കുടിക്കില്ല, ഇനി നീ കുടിക്കില്ല എന്ന് പറഞ്ഞതാ. പിന്നെ അവൻ കുടിക്കാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതും ഒരു മധ്യസ്ഥ പ്രാർത്ഥനയല്ലേ? എന്താ മധ്യസ്ഥ പ്രാർത്ഥന? ഈ ശതാധിപൻ പറഞ്ഞ ഒരു കർത്താവ്, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഉടനെ ആളുടെ അഡ്രസ്സ് വേണമെന്നായിരിക്കും പറയണേ. അതായത് ആ വിശ്വാസമാണത്. അവനാ വിശ്വാസമുള്ളത് കൊണ്ട് പറയാണ്, ഇന്നു മുതൽ നീ കുടിക്കില്ല. അങ്ങനെ നമ്മുടെ വിശ്വാസം വളരണം. ഇതൊക്കെ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞു, അവരുടെ കോമ്പൗണ്ടിൽ അയലോകത്തെ വീട്ടിലെ പന്നി കയറിയിട്ട് കുറച്ചെന്തെങ്കിലും തോട്ടം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടനെ എല്ലാം നശിപ്പിക്കും. വലിയ പന്നികളൊന്നും, പന്നി കുഞ്ഞുങ്ങളാണ്. ഇപ്പം ഈ അയൽവക്കക്കാരനോട് 100 പ്രാവശ്യം പറഞ്ഞാണ് ഈ പന്നീനെ ഇങ്ങോട്ടേക്ക് അയച്ചു വിടരുത്. പക്ഷെ അവൻ പന്നീനെ അയച്ചു വിടുമ്പോൾ പന്നി ഓടി ഇങ്ങോട്ട് വരുന്നു. ഇപ്പം അവനോട് വഴക്കടിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാളെ മുതൽ ഈ പന്നി നിങ്ങളുടെ കോമ്പൗണ്ടിൽ വരില്ല. അങ്ങനെയുണ്ടോ പ്രാർത്ഥന? അങ്ങനെയുണ്ട് പ്രാർത്ഥന. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ പന്നികളെ വിലക്കുന്നു. ഈ പന്നികളൊന്നും ഈ കോമ്പൗണ്ടിൽ കയറാൻ പാടില്ല. പ്രാർത്ഥിച്ചോളൂ. ഇന്നേ വരെ പിന്നെ പന്നി അങ്ങോട്ട് കയറിയില്ല. പന്നി അതിൻ്റെ കോമ്പൗണ്ടിൽ വരും, തിരിച്ചു പോകും. ഒരിക്കൽ ഞാൻ ജബൽപൂർ ഭാഗത്താണ്, പള്ളി കോമ്പൗണ്ടാണ്. അച്ഛൻ പള്ളിയുടെ അച്ഛൻ്റെ പള്ളിമേടയിൽ ഇരുന്ന് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ റോട്ടിൽ കൂടി പോണ കാളയും പശുവൊക്കെ ഇതിനകത്ത് കയറി അവരുടെ കൊച്ചു പച്ചക്കറിയൊക്കെ ഉള്ളതൊക്കെ കടിച്ചു തിന്നും. അച്ഛൻ ഒച്ചയും പോലുണ്ടാക്കി അച്ഛൻ നടക്കണം. അപ്പോൾ ഒരു പശു അങ്ങോട്ട് ഓടി, അപ്പോൾ ഒരു കാള ഇങ്ങോട്ട് ഓടി. ഇതിൻ്റെ പുറകെ അച്ഛൻ ഈ കോമ്പൗണ്ടിൽ മുഴുവനും കറങ്ങി നടക്കണം. അപ്പോൾ ഞാൻ ഗസ്റ്റായിട്ട് ചെന്നിരിക്കുകയാണ്.
ഞാനിപ്പോൾ അതിൻ്റെ കുറേ ഓടി നടക്കാൻ എനിക്ക് തോന്നിയില്ല. അച്ഛൻ കുറേ ഓട്ടോ കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവറ്റകളെ കൊണ്ട് തോറ്റു. ഗേറ്റ് അടച്ചിട്ടാലും അത് ഇടിച്ച് പൊളിച്ച് കയറി ഈ ഇത്തിരി പച്ചക്കറി ഇട്ടൊക്കെ നശിപ്പിക്കും. ഞാൻ ഇവറ്റകളുടെ പുറകെ ഓടി നടക്കും. തോറ്റു. അപ്പോൾ ഞാനൊരു ചിരിച്ചു. അപ്പോൾ അതെന്താ നീ ചിരിക്കണേ എന്ന് പറഞ്ഞു എന്നോട് തമാശ. ഞാൻ പറഞ്ഞു, അച്ഛോ അച്ഛനൊരച്ഛനാണ് എന്ന് പറഞ്ഞാൽ അച്ഛന് കർത്താവ് ചില പ്രത്യേക വരങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇത് അച്ഛനറിയാത്തതുകൊണ്ടല്ലേ. അതെന്താ? അച്ഛൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നാളെ മുതൽ ഈ ഒറ്റ പശുവും ഈ കോമ്പൗണ്ടിൽ കയറില്ല. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. അതെന്താ? നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. അച്ഛൻ പറയാണ്, കർത്താവേ നിൻ്റെ നാമത്തിൽ ഞാൻ വിലക്കുന്നു, ഈ കന്നാലികളൊന്നും ഈ കോമ്പൗണ്ടിൽ കയറാൻ പാടില്ല. അച്ഛനത് പറയാമോ? വിശ്വാസത്തോടെ പറയാം. എന്നാൽ പറയും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ ഈ പശു ആ ഗേറ്റിൽ വരും. ഗേറ്റ് തുറന്ന് കിടക്കാണ്, ഗേറ്റിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. ഞങ്ങൾ നോക്കി നിൽക്കാണ്. അപ്പം അച്ഛൻ ചിരിച്ച്, ഈടാ നമ്മുടെ പ്രാർത്ഥന ഏറ്റല്ലോടാ. അപ്പം എന്നെ അവിടേക്ക് വിളിച്ച കാര്യവും പറയാം. എന്നെ അവിടെ വിളിച്ചത് അച്ഛൻ്റെ പള്ളിയിൽ ആരും വരണില്ല. ഒരുപാട് ക്രിസ്ത്യാനികളുണ്ടെങ്കിലും പള്ളിയിൽ ആരും വരണില്ല. അപ്പോൾ കന്നുകാലികൾ വരേണ്ടത്. അപ്പം അച്ഛനെന്നെ വിളിച്ചിട്ട് ഇതിനെന്താണ് ഒരു പരിഹാരം? അപ്പം പള്ളിയുണ്ട്, ഒരു വശത്ത് അച്ഛനുണ്ട്, മറുവശത്ത് കന്യാസ്ത്രീമാരുണ്ട്. അവരൊരു നേഴ്സിംഗ് ഹോം, ഒരു ആതുര ശുശ്രൂഷാലയമൊക്കെ നടത്തുന്നുണ്ട്. പാവപ്പെട്ട ആൾക്കാർ വരുന്നു, മരുന്നൊക്കെ കൊടുക്കണം, അതുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് ഈ വചനം കിട്ടുകയാണ്. ഒരു തളർവാദ രോഗിയെ 4 പേര് കൂടി കൂര പൊളിച്ചിറക്കി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഇതാണ് ആവശ്യം. ഇവിടെ ഇപ്പം 4 പേരുള്ളത്, 1 അച്ഛനും 3 കന്യാസ്ത്രീയാണ്. ഈ 4 പേര് കൂടി ഈ ഇടവകയിലുള്ള എല്ലാ തളർവാദ രോഗികളെയും, അതാരൊക്കെയാണ്? എല്ലാ ഇടവകക്കാരും, അവരോരോ കുടുംബത്തിനെ ആയിട്ട് കർത്താവിൻ്റെ മുമ്പിലേക്ക് അങ്ങ് പൊക്ക്. എന്നിട്ട് പറയും, കർത്താവേ ഇവരുടെ മേൽ കരുണയായിരിക്കണം, ഇവർക്കറിയില്ല. ഞങ്ങളുടെ വിശ്വാസത്തിലൂടെ അങ്ങനെ അപ്പോൾ തന്നെ ഞങ്ങളൊരു 2-3 മണിക്കൂർ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ പറഞ്ഞു, നമുക്ക് ഈ ഇടവകക്കാരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റ് എഴുതിയിട്ട് ഓരോ ഇടവകക്കാരനെയും ഓരോ കുടുംബത്തെയും നമ്പർ സഹിതം നമുക്കത് പ്രാർത്ഥിച്ചു. എന്തിനു വരുന്നു? അടുത്ത ഞായറാഴ്ച പള്ളി നിറച്ച ആൾക്കാർ. പ്രൈസ് ദി ലോർഡ്. പള്ളി നിറച്ച ആൾക്കാർ. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നുള്ള നിലയ്ക്കും കന്യാസ്ത്രീ എന്നുള്ള നിലയ്ക്കും നിങ്ങളുടെ ആദ്യത്തെ ദൗത്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുക. ഇതിപ്പോൾ നമ്മളവരെ കുറ്റം പറയാനല്ല. സംഭവമൊക്കെ മാറി. അവരൊക്കെ ഇപ്പം മാനേജർമാരും സംഘാടകരും ഇതൊക്കെ ആയി പോയിരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ സമയമില്ല. അപ്പോൾ ഇത് പ്രാർത്ഥനയുടെ ഒരു വശമാണത്. നമ്മളും പ്രാർത്ഥനക്കാരാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസം ഉണ്ടാകുന്നതിന് പുതിയ നിയമത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കണം. പുതിയ നിയമം ഈശോ വന്നിട്ട് എല്ലായിടത്തും ഓരോ പാരഗ്രാഫിലും ഈശോ പറയുന്നത്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അല്പവിശ്വാസി, നിൻ്റെ വിശ്വാസം കുറവുകൊണ്ടാണ് കാര്യം നടക്കാഞ്ഞത്. വേറൊരാളോട് പറയും, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ നടക്കട്ടെ. വേറൊരാളോട് പറയും, നിങ്ങളുടെ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ മാറും. എല്ലായിടത്തും നോക്കിക്കോ, ഓരോ അത്ഭുതം കഴിഞ്ഞു കഴിയുമ്പോൾ ഈശോ അതിനൊന്ന് സംശീകരിച്ചുകൊണ്ടൊരു വാക്ക് പറയും, ഇല്ലേ? വാക്ക് പറയും. അതെല്ലാം എന്തടിസ്ഥാനപരമായിട്ട്? നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സൗഖ്യമാക്കി എന്നല്ല പറയണേ.
അപ്പോൾ ആ സൗഖ്യം അതിൻ്റെ ഒരു ബാഹ്യ അടയാളം മാത്രമാണ്, ബാഹ്യ അടയാളം മാത്രമാണ്. അങ്ങനെ അവസാനം ഈശോ പറഞ്ഞു, നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം നീ കാണും, ദർശിക്കും. നിന്റെ സഹോദരൻ ഉയർക്കും. അന്ത്യദിനത്തിൽ ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഞാനാണ് പുനരുത്ഥാനം, ഞാനാകുന്നു പുനരുത്ഥാനം. അന്ത്യദിനത്തിൽ ഉയർപ്പിക്കാനിരിക്കുന്നവൻ ഞാനാകുന്നു എന്നല്ല പറഞ്ഞത്. അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന ആ ഞാൻ പുനരുത്ഥാനമാകുന്നു. ആ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും പുനരുത്ഥാനം തന്നെയാണ്. നീ ഇത് വിശ്വസിക്കുന്നുവോ? ഇത്രയും നാൾ ഞാൻ വിശ്വസിച്ചിരുന്നത് നീ ഒരു രോഗശാന്തിക്കാരനായിട്ടാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കില്ലായിരുന്നു. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, ഞാൻ മരിച്ചാലും ഉയർപ്പിക്കുന്നവരാണ്. മരണം എന്ന് പറയുന്നത് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. നമ്മളെല്ലാവരും മരിക്കാതെ നോക്കാണ്, എങ്ങനെയെങ്കിലും രോഗശാന്തിയൊക്കെ. അതല്ല കർത്താവ്. മരിക്കട്ടെ വേഗം, എന്നാലല്ലേ അവനെ കൊണ്ട് പ്രയോജനമുള്ളൂ. ഞാൻ ആഗ്രഹക്കാരനാണ്. ഞാൻ നേരത്തെ എഴുതി വയ്ക്കാൻ പോവാണ്, എനിക്ക് വെന്റിലേറ്ററോ ഒന്നും ഇട്ടേക്കരുത്. കാറ്റ് പോകുകയാണെങ്കിൽ കാറ്റ് പോകണം, സമയമായി നിർത്തും. പിന്നെ വെന്റിലേറ്ററൊക്കെ വെച്ച് നീട്ടിക്കൊണ്ടുകൊണ്ട് യാതൊരു ആവശ്യമില്ല. അത് സുവിശേഷത്തിലുള്ള കാര്യമല്ല. മരണത്തെ തടയാൻ ആരാ നമ്മൾ? നമുക്കവിടെ പ്രമോഷൻ കിട്ടുന്ന കാര്യമാണ്. കർത്താവിൻ്റെ അടുത്ത് വേഗം എത്താൻ വേണ്ടി കർത്താവ് അവിടെ ഒരുക്കിയിരിക്കുമ്പോൾ അതിനെയും കൂടി തട്ടിത്തെറിപ്പിച്ച് ഇവിടെ ഇട്ട് വലിച്ചുകൊണ്ടിരിക്കണം. ഇതൊക്കെ പറയണതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസമാണ് പ്രധാന കാര്യം. വിശ്വാസം എന്നത് ഈ ജീവിതത്തിലുള്ള ക്രയവിക്രയങ്ങളല്ല. വിശ്വാസം എന്നത് ഈ ജീവിതത്തിനപ്പുറത്തുള്ള ജീവിതത്തെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇന്നലെയൊക്കെ കർത്താവ് എന്താണ് അരുളി ചെയ്യണേ. അപ്പോൾ പലർക്കും ദർശനങ്ങൾ, പ്രവചനങ്ങൾ ഇതെല്ലാം കിട്ടുന്നു. അതാണ് കരിസ്മാറ്റിക് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത. എന്നാൽ ഇതൊന്നും വേണമെന്നില്ല കേട്ടോ, നമ്മളങ്ങ് വിശ്വസിച്ചാൽ മതി. ദർശനത്തിലൂടെ അല്ലാതെയും കർത്താവ് നമ്മളോട് സംസാരിക്കാം. നമുക്ക് തോന്നലുകൾ തരാം, ആശയങ്ങൾ തരാം, ചിന്തകൾ തരാം, ഇൻസ്പിരേഷൻസ് തരാം, സ്പർശനങ്ങൾ തരാം. അപ്പോൾ ഈ ദർശനങ്ങളും അങ്ങനെയുള്ള വരദാനങ്ങളെ പരിശുദ്ധാത്മാവ് തന്നെയാണ് അത് തരുന്നത്. അപ്പോൾ അതിൽ ചെറിയ ഒരു, ഇപ്പോൾ മുഴുവനും പഠിക്കാൻ പറ്റില്ലെങ്കിലും ഏതാനും ചില കാര്യങ്ങൾ പഠിക്കേണ്ടത്, ഇതിനെ നമ്മൾ ജ്വലിപ്പിക്കണം, ഇതിനു വേണ്ടി നമ്മൾ ഒരുങ്ങണം, അതിനെ ഉപയോഗിക്കണം. നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഇപ്പോൾ കുറേ ദിവസം വണ്ടി ഓടിക്കാതെ കിടക്കുമ്പോൾ വണ്ടി പിന്നെ ഓടിയെന്ന് വരില്ല. അതിൻ്റെ വെള്ളവും ഓയിലും ഒക്കെ മാറ്റേണ്ടി വരും. എന്ന പോലെ നമ്മളിൽ തന്നിരിക്കുന്ന വരദാനങ്ങളെ, ഇന്നലെ ഈ സഹോദരി പറഞ്ഞു, അതിന് പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് ഇത്രയും ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ആത്മാർത്ഥമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നാൾ എന്തെങ്കിലും ഒരു ശുഷ്കിച്ച അവസ്ഥ ഉണ്ടായിരിക്കാവുന്നത്? പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടായിട്ട് നമ്മൾ അറിയാതെ പോയതാണ്. എന്ന പോലെ തന്നെയാണ് നമ്മളെല്ലാവരിലും വരദാനങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളിലുള്ളത് വെറുതെ ഒരു ഒരു കാലിപ്പെട്ടിയായിട്ടല്ല പരിശുദ്ധാത്മാവ് നമ്മളിലുള്ളത്. നിറച്ച് വരങ്ങളും ദാനങ്ങളുമായിട്ടാണ്. നിറച്ചുണ്ടെങ്കിലും അതെല്ലാം ഉടനെ റിലീസ് ആവണമെന്നില്ല. അതാണ് പൗലോസ്ലീഹയുടെ ലേഖനത്തിലും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയൊക്കെ പ്രബോധനത്തിൽ പറയുന്നത്, എല്ലാ വിശ്വാസികളിലും ഓരോരുത്തരിലും എന്നുള്ളൊരു വാക്കുണ്ട്. ഓരോരുത്തർ. ജോൺ പോൾ രണ്ടാമൻ ആ ഒറ്റ വാക്കെടുത്തിരിക്കുകയാണ്, ഓരോരുത്തരിലും.
ഉണ്ടോ? ഓരോരുത്തരിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെടും അതിനകത്ത്, നമ്മളുണ്ടോ? അപ്പം നമ്മൾ പണ്ടൊക്കെ വിചാരിച്ചേക്കണത് ഇതൊക്കെ നായിക്കാമ്പറമ്പിലച്ഛനും പനക്കലച്ഛനും ഒക്കെ ഇങ്ങനെയൊക്കെ വരവുണ്ടാവുള്ളൂ, നമ്മളൊക്കെ പാപികളും ബലഹീനരുമായ സാധാരണ ആൾക്കാർ ഇല്ലേ? ഇങ്ങനെയാണ് ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് അളവില്ലാതെ ധാരാളം വരങ്ങളിങ്ങനെ വാരിക്കോരുന്നു. അപ്പോൾ ഈ വരങ്ങൾ ഉപയോഗിച്ച് വേണം നമ്മൾ ശുശ്രൂഷ നടത്തുകയാണെങ്കിൽ ആ ശുശ്രൂഷകൾ പെട്ടെന്ന് അതിശക്തമായി വളരും. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ വെള്ളം കോരാൻ പാളയും കയറും വെച്ചുകൊണ്ട് വലിയോട് വലി, കറക്കലോട് കറക്കൽ, അല്ലെങ്കിൽ ചാമ്പി ചാമ്പി. ഇപ്പം മോട്ടർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വന്നു കഴിച്ചു. എന്ന പോലെ വരങ്ങൾ ഉപയോഗിക്കുമ്പോൾ പവർ ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ദൈവിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം. ഒന്ന് കൈവീശി കാണിച്ച്. ഓക്കെ. അപ്പം 1 കൊരിന്ത്യസ് 12-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനം തന്നെ പറയുന്നത് ഇതാണ്: സഹോദരരെ നിങ്ങൾ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അറിവുള്ളവരായിരിക്കണം. എന്തുകൊണ്ടാണ്? ഈ ആത്മീയ ദാനങ്ങൾ ഉപകരണങ്ങളാണ്. ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ടൂൾസ്. ഇപ്പം നമ്മുടെ കൊച്ചുങ്ങൾ നല്ല മൂർച്ചയുള്ള കത്തി എടുത്ത് കളിക്കാൻ നമ്മൾ കൊടുക്കില്ല. കാരണം ഉപകരണങ്ങളാണ്, അത് കളിപ്പാട്ടങ്ങളല്ല. ഞാൻ നമ്മുടെ പിള്ളേരോട് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ എടുത്ത് കളിക്കുമ്പോൾ ഞാൻ പറയും, ദിസ് ഈസ് നോട്ട് എ ടോയ്. അവന് മനസ്സിലായത് ഇതൊരു കളിപ്പാട്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി. അവനത് കൊണ്ടൊന്ന് വെച്ചു. കളിപ്പാട്ടമല്ല, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ വരദാനങ്ങൾ കളിപ്പാട്ടങ്ങളല്ല, മറിച്ച് എന്താണത്? ഉപകരണങ്ങളാണ്. അപ്പോൾ ഉപകരണങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് പഠിക്കണം. എന്താണ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്? ആ അർത്ഥത്തിലാണ് പൗലോസ് പറയുന്നത്, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം അതിൽ പ്രഥമേന ഉണ്ടായിരിക്കേണ്ട ഒരു അറിവാണ് ഈ ആത്മീയ ദാനങ്ങൾ എല്ലാവരിലും വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. നമ്മളെല്ലാവരെയും സ്നേഹിക്കണം, ബഹുമാനിക്കണം. വരദാനങ്ങൾ വ്യത്യസ്ത രീതിയിൽ, അതാണ് 5-ാമത്തെ വചനത്തിൽ പറയുന്നത്. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ആത്മാവ് ഒന്ന് തന്നെ. ഇനി അടുത്ത വചനം 7-ാമത്തെ വചനത്തിലാണ് ഓരോരുത്തരും. വായിച്ചേ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഓരോരുത്തരിലും ആത്മാവിൻ്റെ വരങ്ങളുണ്ട്, ഓരോരുത്തരിലും. ഇനി നിങ്ങളത് കണ്ടുപിടിക്കണം. എന്താണ് നിങ്ങളിലുള്ള പ്രത്യേക വരം? അപ്പോൾ ഇപ്പം നിങ്ങളിവിടെ വന്നിരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥനാ വരമുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് കൂടാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ വരമുണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് കുറച്ച് ദിവസം അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന വരങ്ങൾ ഉണരും. ഇന്ന് നമ്മൾ വൈകുന്നേരം കയ്യൊപ്പ് പ്രാർത്ഥന നടത്തുമ്പോഴും അതിനുവേണ്ടി കൂടിയാണ് പ്രാർത്ഥിക്കണം. നിങ്ങളിൽ ഡോർമെൻ്റായിട്ട് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ തിരക്കഥ എഴുതുകയാണ്. തിരക്കഥ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുതണു. അങ്ങനെയാണ് ഈ അനിമേഷൻ ഫിലിമുകളൊക്കെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ പ്രധാന ഇത് തിരക്കഥ. അപ്പോൾ ഞാനത് എഴുതാൻ ആദ്യകാലങ്ങളിൽ ഇതൊക്കെ എനിക്ക് എഴുതാൻ പറ്റും, പക്ഷെ ഇപ്പോൾ ഞാൻ സുഖമായിട്ട് എഴുതുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെനിക്ക് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ഒരു വരമാണ്. അനിമേഷൻ ഫിലിമുകൾ ഉണ്ടാക്കണം, അതും എനിക്ക് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ഒരു വരമാണ്. അപ്പോൾ അങ്ങനെ പല വരങ്ങളും, പുതിയ പുതിയ വരങ്ങൾ നമുക്കുണ്ടാകാം. ഓക്കെ. അപ്പോൾ ഒന്ന്, നിങ്ങളിൽ ഒരു വരമെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾ നിശ്ചയമായും വിശ്വസിക്കണം.
പരിശുദ്ധാത്മാവ് വെറുതെ നമ്മളിൽ ഇരിക്കുകയല്ല. നിരവധി വരങ്ങൾ, അതിനകത്ത് ഏതാണ് സ്ഥായിയായിട്ട്. ഇപ്പം എൻ്റെ ഒരു വരമാണ് പ്രീച്ചിങ്. പ്രീച്ചിങ് എന്നെ സംബന്ധിച്ചൊരു വരമാണ്. എന്നോടിപ്പോൾ ആര് വന്ന് പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ ഓടിച്ചെല്ലും. പണ്ടൊക്കെ ആണെങ്കിൽ എന്താ വിഷയം എന്നുള്ളത് ഒരാഴ്ച മുമ്പ് പറയണമെന്നൊക്കെ പറയും. ഇപ്പം അതുപോലും പറയാറില്ല. അവിടെ ചെല്ലുമ്പോൾ ചോദിച്ചു, എന്ത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കട്ടെ? ഇന്ന വിഷയം. ഓക്കെ, ആ വിഷയം ഒറ്റ മിനിറ്റ് മതി. ആ വിഷയം എന്ന് പറഞ്ഞാൽ ഉടനെ ആ വിഷയത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയാണ്. മനസ്സിലാവുന്നുണ്ടോ? മുൻകൂട്ടി ഒരുപാട് യാതൊരു പ്രിപ്പറേഷൻ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അതെനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വരമാണ്, ഒരു വരമാണ്. അപ്പോൾ എന്ന പോലെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു വരമുണ്ട്. അത് കണ്ടുപിടിക്കണം. അപ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ ശരീരത്തിലെ ഒരു പ്രധാന ഒരു കണ്ണായിട്ട്, കാതായിട്ട്. കണ്ണിന് കാതിൻ്റെ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന പോലെ നമ്മൾ ഓരോരുത്തർക്കും. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് കിടക്കാണ്. ഈ വരങ്ങൾ പ്രാവർത്തിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതാണ്. ഇതെല്ലാം ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വരങ്ങളെല്ലാം. ഇവ ആത്മീയ വരങ്ങളാണ്. അതെന്തിനാണ്? ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി. 1 കൊരിന്ത്യർ 14:26 പറയുന്നു, സഹോദരരെ, ആകയാൽ എന്തു വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം ആത്മീയോത്കൃഷ്ടത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇപ്പം നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനക്കാരാണ്, ധാരാളം വരദാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഡിമാൻഡായിരിക്കും. ഒരുപാട് ആൾക്കാർ വരും. ചിലർ വന്ന് പറയും, എനിക്കൊരു ഫാക്ടറി പണിയണമെന്ന് ആഗ്രഹമുണ്ട്. ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കി, എവിടെ പണിയണം? അപ്പോൾ നമ്മൾ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു സ്ഥലം കണ്ട് എന്തോ കണ്ട് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ദർശനം കാണും. ദർശനം കണ്ടാൽ അത് ഒരാത്മീയ കാര്യത്തിന് വേണ്ടിയാണ്. അത് ആ സ്ഥലത്തിൻ്റെ ഭൗതികമായൊരു അർത്ഥത്തിലല്ല. ഇപ്പോൾ ഒരിക്കലും ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ 2 ബോട്ട് കണ്ട്, 2 ബോട്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു, 2 ബോട്ട് മേടിക്കാനാണ് കർത്താവ് പറയണത്. അയ്യോ, ഞാനോ ബോട്ട് മേടിക്കും? എനിക്ക് ബോട്ട് കൃഷി, മത്സ്യബന്ധന കൃഷി, എനിക്ക് ഞാൻ ഈ മൊട്ടക്കുന്നിൽ കശുമാവും തോപ്പാണ് എൻ്റെ കൃഷി. എനിക്ക് മത്സ്യമോ ബോട്ടിൻ്റെ പരിപാടി ഒന്നും അറിയില്ല. കർത്താവ് സന്ദേശം തന്നേക്കണം, നിങ്ങൾ ചെയ്യാണ്ട് ചെയ്യും, ഇല്ലെങ്കിൽ പിന്നെ കർത്താവിനത് ഇഷ്ടമാവണമെന്നില്ല. എന്നാൽ ശരി. ഇയാൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ബാങ്ക് ലോൺ എടുത്ത് ബോട്ട് മേടിച്ചു. പക്ഷെ ബോട്ട് ഓടണില്ല. ബോട്ട് അങ്ങനെ കിടക്കുക. 2 വർഷമായിട്ട് ഈ പുത്തൻ ബോട്ട് വെറുതെ കിടക്കണോ. അങ്ങനെ ഇരിക്കെ ഞാൻ ആ പ്രദേശത്ത് ചെല്ലാനിടയായപ്പോൾ ഇദ്ദേഹം ഓടി വന്നിട്ട് പറഞ്ഞു, സാറൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയേ, എന്താണ് ഈ ബോട്ട് ഓടാത്തതെന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ ചങ്ങാതി, അത് ഇങ്ങനെ വരങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കേണ്ട വിഷയമല്ല. ഇത് ആത്മീയ കാര്യങ്ങൾക്കാണ് ഈ വരങ്ങൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ ബോട്ട് ഓടാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കാം, പക്ഷെ അതിന് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ശരിയാവില്ല. അയ്യോ, അതെന്താ അങ്ങനെ പറഞ്ഞത്? സാറിനെ പോലെയുള്ള ഒരാൾ പ്രാർത്ഥിച്ച് സന്ദേശം തന്നതനുസരിച്ചാണ് ബോട്ട് മേടിച്ചത്. ഞാൻ പറഞ്ഞു, ചതിച്ചടാ, അത് ചതി പറ്റി. അതല്ല, അതൊരിക്കലും പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യില്ല. അപ്പോൾ പിന്നെ ബോട്ട് കാണിച്ചു കൊടുത്തത് എന്താ? ബോട്ട് കാണിച്ചു കൊടുത്തത് ശരിയായിരിക്കാം. അതിൻ്റെ വ്യാഖ്യാനം പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിലൂടെ വ്യാഖ്യാനിക്കണം. ആത്മാവ് തരുന്ന ജ്ഞാനത്തിലൂടെ വായിക്കും. ഒന്ന് കൈവീശി കാണിച്ചെല്ലാവരും. ഈ സമയത്ത് ഉറങ്ങല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും ദർശനത്തിൽ 2 ബോട്ട് കാണിച്ചു കൊടുത്തു. ഓക്കെ, വിശ്വസിക്കുന്നു. 2 ബോട്ട് ദർശനത്തിൽ കാണിച്ചു കൊടുത്തു. ഇനി നമുക്ക് പരിശുദ്ധാത്മാവേ അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് പ്രാർത്ഥിക്കാം. അത് ഒരിക്കലും ഒരു ഭൗതികമായ
വ്യാഖ്യാനമല്ല, ഒരിക്കലുമല്ല. അത് ആത്മീയമായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചിഹ്നമാണത്. അതൊരടയാളമാണത്. അപ്പം ഇനി എന്താ ചെയ്യുക? പ്രാർത്ഥിക്കണം. എന്തിനു പ്രാർത്ഥിക്കണം? ജ്ഞാനമേ, പരിശുദ്ധാത്മാവേ, ദൈവിക ജ്ഞാനത്തിൽ ഇതിൻ്റെ അർത്ഥം, ഇതിൻ്റെ വ്യാഖ്യാനം തരണേ. എന്നാൽ ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ പരിശുദ്ധാത്മാവ് പറയാണ്, ഇദ്ദേഹം 2 ബോട്ടിലാണ് കാല് വെച്ചിരിക്കുന്നത്. അത് കേട്ട ഉടനെ ഇയാൾ പറഞ്ഞു, അത് വളരെ ശരിയാണ്. കണ്ടോ, സമാധാനമായി. അദ്ദേഹം പറയാണ്, എൻ്റെ ബ്രദറെ, ഞാനിവിടെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡറും കൗൺസിലറും ഒക്കെയാണ്. പക്ഷെ എനിക്ക് പാണ്ടിച്ചേരിയിൽ ഒരു ബ്രാൻഡി ഷാപ്പുണ്ട്, ഫോറിൻ ലിക്കർ. അതാണ് ഈ 2 ബോട്ട്. മനസ്സിലായല്ലോ? അപ്പം ഇതിൽ നിന്ന് കർത്താവ് എന്താ ആഗ്രഹിക്കണേ? എനിക്ക് മനസ്സിലായി, കർത്താവ് ആഗ്രഹിക്കണത് ആ ബ്രാൻഡി ഷാപ്പ് അടയ്ക്കണം എന്ന് തന്നെയാണ്. പക്ഷെ ഭയങ്കര കടബാധ്യത. ശരിയായിരിക്കാം, ഇപ്പം അടച്ചില്ലെങ്കിൽ കടബാധ്യത ഇനിയും കൂടും. എൻ്റെ മകനാണത് നടത്തുന്നത്. അവന് തീരെ സുഖമില്ല. അതും ഇനി അവന് അവിടെ ഇരുത്തുകയാണെങ്കിൽ അവന് കൂടുതൽ അസുഖമുണ്ടാവും. എനിവേ, അങ്ങനെ അദ്ദേഹം തീരുമാനമെടുത്തു. ഇപ്പം കണ്ടോ ഇത്. അപ്പം നമ്മൾക്ക് കിട്ടുന്ന ദർശനങ്ങളെ പരിശുദ്ധാത്മാവ് തന്നെ നൽകുന്ന വിവേചനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വ്യാഖ്യാനത്തിന് വിധേയമാക്കണം. ഒരിക്കൽ നമ്മൾ ഇപ്പോൾ ഈ ട്രെയിനിങ് ടൈമിൽ ഇതൊക്കെ നമ്മൾ പറയാം. ആരും അത് കാര്യമായിട്ട് എടുക്കരുത്. ഈ പറയണത് ട്രെയിനിങ് ആണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ട്രെയിനിങ്ങിൽ ഒരു ചേച്ചി മറ്റൊരു ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് കണ്ടത് ഈ ചേച്ചി ശവപ്പെട്ടിയിൽ ഇങ്ങനെ കിടക്കണതാണ്. അപ്പോൾ ഉടനെ പറഞ്ഞു, നന്നായി ധ്യാനമൊക്കെ കൂടി ഒരുങ്ങണത്. അതെന്താ? അല്ല, നിങ്ങൾ ശവപ്പെട്ടിയിൽ കിടക്കണ കാണുന്നത്, അതുകൊണ്ട് ധ്യാനം കഴിഞ്ഞ ഉടനെ നിങ്ങൾ മരിക്കും. എനിക്കിപ്പോൾ മരിക്കണ്ട, എനിക്ക് പിള്ളേരുണ്ട്, അവരുടെ കാര്യം നോക്കണം, അവരുടെ പഠിച്ചു. ബഹളമായി. അല്ല, ഞാൻ കണ്ട കാര്യം പറഞ്ഞു. ഞാൻ വല്ലതും ചെയ്തോ നിങ്ങൾ മരിക്കാൻ? നിങ്ങൾ മരിക്കണതായിട്ട് ഞാൻ ദർശനത്തിൽ കാണാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന്, എന്താ പ്രശ്നം? എൻ്റെ ബ്രദറെ, ഇവർ മരിച്ച് ശവപ്പെട്ടി കിടക്കണത് കണ്ടത് പറഞ്ഞു. അതിന് എന്നോട് പ്രയാസപ്പെട്ടു. ഞാൻ വല്ലതും പറഞ്ഞു? ഞാൻ കണ്ട കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ. അതെ, ഈ കണ്ട കാര്യം ശവപ്പെട്ടിയിൽ കിടക്കണതാണ് എങ്കിലും അതിനെ വ്യാഖ്യാനിക്കണം. അതിനിപ്പോൾ വ്യാഖ്യാനിക്കാൻ എന്താ ഉള്ളത്? ഒരു സംശയമില്ല, ഇയാൾ തന്നെയാണ് അത് കിടക്കണേ. അതിന് പരിശുദ്ധാത്മാവ് ആ ദർശനത്തിലൂടെ എന്താണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കണമെന്നുള്ളതാണ് വ്യാഖ്യാനം. നമ്മളുടെ മനസ്സിൽ തോന്നിയതാണിത്, ഇവർ മരിക്കും എന്നുള്ളത്. അങ്ങനെയാണല്ലേ? അതെനിക്കറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ അതാണ് ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നോക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വ്യാഖ്യാനം തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ്, ഇവളുടെ പഴയ മനുഷ്യനെ പെട്ടിയിലാക്കി മാറ്റിയിരിക്കുന്നു. ഇവളിപ്പോൾ ഒരു പുതിയ മനുഷ്യനാണ്. ധ്യാനം കഴിഞ്ഞ് ഇവളിപ്പോൾ എന്തായിരിക്കുന്നു? ഇവളൊരു പുതിയ സൃഷ്ടിയായിരിക്കുന്നു. ആ പഴയ സൃഷ്ടിയാണ് പെട്ടിയിലാക്കി പോയേക്കണത്. സമാധാനമായില്ലേ? സമാധാനമായി. വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഇങ്ങനെ കിടക്കണുണ്ടോ? കുറേ അതെല്ലാം വലിയ ഒരുവിധമൊക്കെ അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ മരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം പ്രശ്നമായി. അപ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിനെ ബുദ്ധിയിൽ നല്ല വ്യാഖ്യാനിക്കേണ്ടത് പരിശുദ്ധാത്മാവ് തരുന്ന ജ്ഞാനത്തിൽ. അതൊരു വരമാണത്. അതുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് പ്രധാന വിഷയം.
ഇനി മധ്യസ്ഥ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഇതിന് വലിയ പ്രശ്നമില്ല. കാരണം നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഇതൊരാൾക്ക് കൗൺസിലിംഗ് കൊടുക്കുമ്പോഴാണ് ഇത് പ്രശ്നം. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആ ദർശനം കണ്ടുകൊണ്ട് അതിനൊരു വ്യാഖ്യാനം നടത്താണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി തരും. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ വരദാനങ്ങൾ നമ്മളെല്ലാവരിലും ഉണ്ട്. ഇനി ചിലർ കുറേയും കൂടി ഉയർന്ന തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വരദാനങ്ങളെ ആശ്രയിക്കാതെ വിശ്വാസം മാത്രത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ മിണ്ടാമടത്തിലെ സിസ്റ്റർമാർക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ വരദാനമൊന്നും ഉപയോഗിക്കാറില്ല. കാരണം അവർ പറയണത്, ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉടനെ കർത്താവ് കേൾക്കും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഞങ്ങളത് അന്വേഷിച്ച് നടക്കില്ല. അത് ഫലമുണ്ടായോ എന്നൊന്നും അന്വേഷിക്കാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. അത് വേറൊരു തലമാണ് പ്രാർത്ഥനയുടെ. ആ തലത്തിലേക്ക് നമ്മൾ വരും. നമ്മളൊരാളൊരു നിയോഗം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് പ്രാർത്ഥിച്ചാൽ അത് നടന്നു കഴിഞ്ഞിരിക്കണു. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ചോദിക്കുന്നത് യാചിക്കുകയും ചെയ്യുന്ന എല്ലാം നടന്നു കഴിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വേറൊരു വിഷയത്തിലേക്ക് കിടക്കുകയാണ്. 11 മണിക്ക് കുമ്പസാരിപ്പിക്കാൻ അച്ഛൻ വരും. കുറേശ്ശെ അത്യാവശ്യം കുമ്പസാരിക്കേണ്ടവർ പോയി കുമ്പസാരിക്കുക. അപ്പോൾ പ്രധാനമായിട്ട് ഇന്ന് കുമ്പസാരത്തിൽ സാധാരണ കുമ്പസാരിക്കുന്നതിലും വ്യത്യസ്തമായിട്ട് പറയേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഫരിസേയനുണ്ട്. ഫരിസേയൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കാൻ വ്യഗ്രത കൂട്ടുകയും പ്രമാണങ്ങൾ മാത്രം അടിസ്ഥാനത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവനാണ് ഫരിസേയൻ. എന്നാൽ കർത്താവ് ഈശോ മിശിഹ പറയുന്നത്, വിശ്വാസത്തിലാണ് ഒരുവൻ ജീവിക്കേണ്ടത്. ഞാൻ വന്നിരിക്കുന്നത് പ്രമാണങ്ങളെ റദ്ദാക്കാനല്ല, പൂർത്തിയാക്കാനാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ്റെ പാപങ്ങളിൽ നിന്ന് വിമോചിതനായി അവൻ താനേ പ്രമാണങ്ങൾ കാക്കുന്നവനായിട്ട് മാറും. അപ്പം അതുകൊണ്ടാണ് മലയിലെ പ്രസംഗത്തിൽ ഈശോ 7-ാം അധ്യായത്തിൽ, മത്തായി 7-ാം അധ്യായത്തിൽ പറയുന്നു. എന്താ പറയുന്നത്? മത്തായി 7-ാം അധ്യായത്തിൽ, എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും 7:1 വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. കണ്ടോ? ഇപ്പോൾ വിധി ആരാ ചെയ്യണേ? കർത്താവ് വിധിക്കുന്നില്ല. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നമ്മളോട് ആരെയും വിധിക്കാൻ പറയുന്നില്ല. ഇതാണ് നമ്മളിലുള്ള അഭിഷേകത്തിനെ അല്ലെങ്കിൽ നമ്മളിലുള്ള ദൈവരാജ്യാനുഭവത്തെ തളർത്തുന്ന ഒരവസ്ഥ. നമ്മളിൽ ദൈവരാജ്യമുണ്ട്, നമ്മളിൽ കർത്താവ് ഈശോ മിശിഹ ഉണ്ട്, നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ട്. പക്ഷെ നമ്മളിൽ ഫരിസേയനുണ്ടെങ്കിൽ ഫരിസേയൻ യേശുവിൽ വിശ്വസിക്കുന്നില്ല, ഫരിസേയൻ കരുണ കാണിക്കുന്നില്ല, ഫരിസേയൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ അംഗീകരിക്കുന്നില്ല. ഫരിസേയൻ ഈശോനോട് തന്നെ പറയാണ്, നീ പിശാചിനെ പുറത്താക്കുന്നത് അശുദ്ധാത്മാക്കളുടെ തലവനെ കൊണ്ടാണ്. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ മക്കളെ, നിങ്ങൾ വേറെ ആരുടെയെങ്കിലും, നിങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ക്ഷമിക്കും, പക്ഷെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ അത് ഈ ലോകത്തിലും പരലോകത്തിലും ക്ഷമിക്കപ്പെടുകയില്ല. ഇപ്പം ഇതൊരു സംശയം എല്ലാവർക്കും. അതെന്താണ് ആ പാപം? അതെന്താണ് ആ പാപം? ആ പാപം കൈവീശി കാണിച്ച്, ആ പാപം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പാപമല്ല. ആ പാപം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സകല പാപങ്ങളെയും ശുദ്ധീകരിക്കുന്നതും ക്ഷമിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാളെ ഞാൻ അയച്ചിരിക്കുകയാണ്, 10,000 രൂപയും കൊണ്ട് വരികയാണ് നിങ്ങൾക്ക് തരാൻ. പക്ഷേ ഈ ആളെ നിങ്ങൾ വീട്ടിൽ കയറ്റണില്ല, അവന് ഞാൻ വീട്ടിൽ കയറ്റില്ല. അപ്പോൾ അവനെങ്ങനെ പൈസ തരും? മനസ്സിലാവണല്ലോ.
കർത്താവ് ഈശോ മിശിഹായും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കാനാണ്. അവനെ നിങ്ങൾ വീട്ടിൽ കയറ്റണില്ലെങ്കിൽ അവനെ എങ്ങനെ ക്ഷമിക്കും? അതുകൊണ്ടാണ് ആ പരിശുദ്ധാത്മാവിനെതിരായിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഈ ലോകത്തിലും പരലോകത്തിലും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ പാപം ക്ഷമിക്കാൻ പ്രധാന കാര്യസ്ഥൻ. ആ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എതിര് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നിരിക്കുന്ന ആ പ്രവൃത്തി നിങ്ങളിൽ നടക്കുന്നില്ല. ഹിന്ദിയിലാണത്. ക്രിയാശീൽ നഹി ഹോത്താ എന്ന് പറയും. പവിത്രാത്മാ ഹമാരെ ഹൃദയമേ ക്രിയാശീൽ നഹി ഹോത്താ ഹെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചാൽ ഉടനെ നമ്മുടെ സകല പാപങ്ങളും ക്ഷമിക്കപ്പെടും. അപ്പോൾ പരിശുദ്ധാത്മാവിന് എതിരായിട്ട് ഉള്ള പാപം എന്നത് ഒരു പ്രത്യേക പാപമല്ല, മറിച്ച് എല്ലാ പാപങ്ങളും ക്ഷമിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലാണ്. അതാണ് ഈശോ ഉയർത്തെഴുന്നേറ്റ് വഴി അവരുടെ മേൽ നിശ്വസിച്ചിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അത് ക്ഷമിക്കപ്പെട്ടിരിക്കും. പരിശുദ്ധാത്മാവാണ് പാപം ക്ഷമിക്കുന്ന ആള്. പ്രൈസ് ദ ലോർഡ്. അതാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് എല്ലാം പഠിപ്പിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രധാന പ്രവൃത്തി നമ്മളെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. നമ്മളെ ശുദ്ധീകരിക്കുക. എങ്ങനെയാണ് നമ്മളെ ശുദ്ധീകരിക്കുക? നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് ദൈവത്തിൻ്റെ വരപ്രസാദം നമ്മളിലേക്ക് നിറച്ച് നമ്മളെ ദൈവതുല്യരാക്കുന്നു, ദൈവത്തെ പോലെ ആക്കുന്നു, നമ്മളെ വിശുദ്ധരാക്കി മാറ്റുന്നു. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയോ എതിർക്കുകയോ ചെയ്യുമ്പോൾ പാപം ക്ഷമിക്കപ്പെടുകയില്ല. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ ക്രിയാശീൽ നഹി ഹോത്താ ഹെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ അനുവദിക്കുന്നില്ല. ഓക്കെ. അപ്പം ഫരിസേയ മനോഭാവം നമ്മളിലുണ്ടെങ്കിൽ ഒന്ന്, കൽപ്പനകൾ കൃത്യമായിട്ട് പാലിച്ചാൽ ഞാൻ വിശുദ്ധനാകും എന്നതാണ് ഫരിസേയൻ്റെ ഒരു നിലപാട്. അപ്പോൾ അവൻ യേശുവുമായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ കൽപ്പന പാലിക്കുന്നുണ്ട്, കൽപ്പന പാലിക്കും. ഇതൊക്കെ നമ്മൾ പണ്ട് ചിന്തിച്ചിരുന്ന കാര്യങ്ങളാണ്, ഇപ്പോഴും ചിന്തിക്കുന്ന ആൾക്കാർ. നമ്മൾ കൽപ്പന കൃത്യമായിട്ട് പാലിച്ചാൽ ശരിയാവും? ശരിയാവില്ല. എങ്ങനെയാ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാ? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ്. അവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവൻ ശരിയാവും. ക്രിസ്തു അവൻ്റെ കൽപ്പന പൂർത്തീകരിക്കും. എന്താണ് പ്രധാന കൽപ്പന? സ്നേഹമാണ്. 10 കൽപ്പനകളുടെ അന്തസത്ത എന്താണ്? സ്നേഹമാണ്. കൽപ്പന പാലിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക. സ്നേഹിക്കണമെങ്കിൽ എന്ത് വേണം? സ്നേഹം വേണം. സ്നേഹം ആര് തരും? പരിശുദ്ധാത്മാവ് തരും. എങ്ങനെ പരിശുദ്ധാത്മാവ് തരും? യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ. ക്ലിയറായോ? എളുപ്പം മനസ്സിലായില്ലേ? ഞാൻ വന്നിരിക്കുന്നത് കൽപ്പന റദ്ദാക്കാനല്ല, കൽപ്പന പൂർത്തിയാക്കാനാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാൻ നിനക്ക് പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നിൻ്റെ അകത്തേക്ക് തന്നു കഴിഞ്ഞാൽ നിനക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും, ദൈവത്തെയും സ്നേഹിക്കാൻ പറ്റും. അപ്പോൾ കൽപ്പന പൂർത്തിയായോ? പൂർത്തിയായോ? എന്താണ് കൽപ്പന? നീ ദൈവത്തെ സ്നേഹിക്കുക, നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കൽപ്പന പാലിച്ചാൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടും എന്നാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ അത് തെറ്റായ ഒരു വിശ്വാസമാണ്. അത് ഏറ്റു പറയാൻ പറ്റുമെന്ന് നോക്ക് കുമ്പസാരത്തിൽ, ധൈര്യം ഉണ്ടെങ്കിൽ. അതായത് ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിലും യേശുവിൽ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഫരിസേയനെ പോലെ കൽപ്പന പാലിക്കാനും കൽപ്പന പാലിക്കാത്തവരുടെ പുറകെ നടക്കുകയുമാണ് ഞാൻ ചെയ്തത്. ഇത് എന്നോട് ക്ഷമിക്കണേ. അതാണ് നമ്മൾ, കർത്താവ് പറഞ്ഞു ആരും വിധിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഓരോ മണിക്കൂറിലും ആരെങ്കിലും വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണോ അല്ലയോ? ഓരോ മണിക്കൂറിലും
ഒന്നില്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിനെ, അല്ലെങ്കിൽ നമ്മുടെ അമ്മായിയപ്പനെ, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ, അല്ലെങ്കിൽ വേലക്കാർ. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്, ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാല് തല്ലോടിക്ക് ഞാൻ, മനസ്സിലായിട്ടുണ്ടോ? ചെയ്യൂലട്ടോ, ചെയ്യൂലട്ടോ. പിറ്റേ ദിവസം അവൻ വീണ്ടും അതന്നെ ചെയ്യണം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇതിനോട് ചെയ്യരുത്, ഒരു പ്രാവശ്യം പറഞ്ഞു, ഇനി ഞാൻ പറയൂലട്ടോ. ഈശോ പറഞ്ഞേക്കണേ എന്താ? 70 പ്രാവശ്യം ക്ഷമിക്കണമെന്നാണ് പറഞ്ഞേക്കണേ. നമ്മളെവിടെ കിടക്കണേന്ന് നോക്കും. നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നും ഒരു പാപമൊന്നുമല്ല. അവരെ ശരിക്കും പഠിപ്പിക്കണം, അത് അടിച്ച് വളർത്തണം. അപ്പോൾ നമ്മളിൽ യേശു വസിക്കുന്നു, നമ്മൾ ദൈവരാജ്യത്തിലാണ്. എന്നിട്ടും നമുക്ക് യാതൊരു അനുഭവമില്ലാത്തതിൻ്റെ കാരണം നമ്മളിപ്പോഴും പുതിയ വസ്ത്രം കിട്ടിയിട്ടും പഴയ വസ്ത്രം തന്നെയാണ് ധരിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ വീഞ്ഞ് വന്നിട്ടും പഴയ വീഞ്ഞ് തന്നെയാണ് കുടിച്ചുകൊണ്ടിരിക്കണേ. അതാ ഈശോ പറഞ്ഞത്, പഴയത് കുടിച്ച് പരിചയമുള്ളവർ പറയും ഞങ്ങൾക്ക് ആ പഴയത് തന്നെ മതി. സാരമില്ല. നിങ്ങൾ പറയല്ല, നിങ്ങൾ പ്രാർത്ഥിക്കാന്നുള്ളതാണ്. നമ്മൾ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവേ ജ്ഞാനം കൊടുക്കണേ, ഈ രഹസ്യം അവർക്ക് മനസ്സിലാകാൻ വേണ്ടി അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കണേ. നമ്മൾ പറയേ ചെയ്യരുത്, പറഞ്ഞാൽ നമ്മളും പരിശീലനയില്ലേ. അതാണ് ഈ റിസ്ക്. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും പരിശീലന. ഇതിപ്പോൾ ഞാൻ ധ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങളോട് സൗമ്യമായിട്ട് പറയുകയാണ്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ല പറയണേ. കുറ്റപ്പെടുത്തി പറയണമായി തോന്നുന്നുണ്ടോ? ഇല്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി അല്ല ചെയ്യണേ. നമ്മൾ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇതിനെ എന്നിട്ട് നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ തന്നെ ഇത് അനുഭവമാക്കണം. ഇത് കുമ്പസാരിക്കുകയും അച്ഛൻ വന്നു. അപ്പോൾ ഓക്കെ, ഒരു മിനിറ്റ് നമുക്കൊന്നിങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ കുമ്പസാരത്തിൽ പ്രത്യേകമായിട്ട് ഞങ്ങളിലുള്ള ഫരിസേയ മനോഭാവത്തെ പറഞ്ഞ് കുമ്പസാരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശുവേ, പരിശുദ്ധാത്മാവേ, നന്ദി. പ്രൈസ് ദി ലോർഡ്. കുമ്പസാരിക്കാൻ പോകാം. ഏതായാലും ഒരു 10 മിനിറ്റ് ഒരു ഇടവേള. ഇപ്പോൾ നമുക്കൊരു ഇടവേളയുടെയും കൂടി സമയമാണ്. അപ്പോൾ ഈ നേരത്ത് കുറച്ച് പേര് കുമ്പസാരിച്ച് വേഗം വരിക. ക്ലാസ് ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുടങ്ങുന്നതാണ്.